അതായത് പത്മകുമാറിനെ പോലുള്ള ഒരു ആളെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് തന്നെ തെറ്റായി. അതെ, അതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ തോന്നാൻ കാരണം അത് ഓരോ വ്യക്തിയെയും നമ്മൾ കണ്ട് സംസാരിച്ചാൽ, പരിചയപ്പെട്ടാൽ ആ വ്യക്തി ഏത് തരക്കാരനാണെന്നുള്ളത് ബോധ്യപ്പെടുമല്ലോ. അത്ര അതുപോലുള്ള പ്രധാനപ്പെട്ട ശബരിമല എന്നുള്ള ഗൗരവത്തിൽ കാണേണ്ടതായില്ലേ. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളായിട്ട് ഞാൻ അയാളെ കാണുന്നു. ഈ പത്മകുമാറിന്റെ കാര്യത്തിൽ കാര്യശേഷിയുടെ കുറവാണോ, കഴിവില്ലായ്മയാണോ, അതോ ഇങ്ങനെ അഴിമതി നടത്തും എന്ന് തന്നെ? കഴിവില്ലായ്മയാണ് മുഖ്യം. ആ കഴിവില്ലായ്മയാണ് അഴിമതിയായാലും തെറ്റായ വഴിയിലേക്കും കാലെടുത്ത് വെക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാടിന് സമീപം ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ PK ശശി ഇപ്പോൾ പാർട്ടിയുമായി അകന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പലരും കോട്ടോപ്പാടം, മലനല്ലൂർ, അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് നഗരസഭ, സമീപ പഞ്ചായത്തുകളിലൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് സഖാവ് കാണുന്നത്? അല്ല, അത് PK ശശിയും പാർട്ടിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കുന്നതിന് പാർട്ടി നേതൃത്വം ശ്രമം നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് എന്തോ പറ്റിയെന്നറിയില്ല. PK ശശി വളരെ സജീവമായിട്ട് പാർട്ടിയിലുണ്ടായിരുന്ന ആളാണ്. അയാൾ പറയുന്നത് ഞാൻ സംസാരിക്കുന്നു, പാർട്ടി അയാളോട് നീതി കാണിച്ചില്ല എന്നുള്ള രീതിയാണ്. അപ്പം അത് രണ്ട് ഭാഗത്തും ചെറിയ പോരായ്മ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. ഒരു ഭാഗത്ത് മാത്രമല്ല.